ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ നമ്മുടെ IIT ജാം കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ഡെമോ സെഷൻ ക്ലാസ്സിലേക്കാണ് കടന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ എക്സാമിനെ കുറിച്ചും എക്സാം പാറ്റേണിനെ കുറിച്ചും അതിൻ്റെ കട്ട് ഓഫിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ആൻഡ് സിലബസിനെ കുറിച്ചൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ ചർച്ച ചെയ്തു പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ 3 സെക്ഷനായിട്ട് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നീ സെക്ഷൻസ് നമ്മൾ പറഞ്ഞു. പാർട്ട് എയിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇവിടെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇവിടെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാർട്ട് ബിയിൽ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, MCQ ആണെന്ന് പറഞ്ഞു. ഇത് MSQ, മൾട്ടിപ്പിൾ ഓപ്ഷൻ കറക്റ്റ് ഉള്ളത്, അത് നമുക്ക് 10 ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്കാണെന്ന് പറഞ്ഞു. പാർട്ട് സിയിൽ നമുക്ക് ദാറ്റ് ഈസ് ന്യൂമറിക്കൽ ടൈപ്പ് അല്ലേ, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. അപ്പം ആപ്റ്റിറ്റ്യൂഡ് റൈറ്റ്, ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം അത് നമുക്കുള്ളത് അതും 1 മാർക്കിൻ്റെ 10 ഉണ്ട്, 2 മാർക്കിൻ്റെ 10 ഉണ്ട്. ഇങ്ങനെ ടോട്ടൽ 100 മാർക്കാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചു. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2020 ജാം പേപ്പർ എടുത്തിട്ട് ഓരോ സെക്ഷനിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചെയ്യണം. ഓക്കെ, ഓരോ സെക്ഷനിൽ പാർട്ട് എന്ന് 1 മാർക്കിൻ്റെ ഒന്ന് ചെയ്യാം, പാർട്ട് എന്ന് 2 മാർക്കിൻ്റെ ഒന്ന് ചെയ്യാം, പാർട്ട് ബിന്ന് 2 മാർക്കിൻ്റെ ഒന്ന് ചെയ്യാം, പാർട്ട് സിന്ന് 1 മാർക്കിൻ്റെ ഒന്ന് ചെയ്യാം, 2 മാർക്കിന്. അപ്പോൾ എല്ലാ ടൈപ്പും ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് നമ്മൾ ഇന്നലെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. കാരണം നമ്മൾ ആ ഒരു ജാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണുമായിട്ട് ഒന്നും കൂടി നമ്മളൊന്ന് കറക്റ്റ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഡിസ്കഷനും കൂടെ നടത്താം. ശരിയല്ലേ? ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. നമ്മൾ ഇന്നലെ ഒന്ന് സമ്മറിയിൽ നമ്മൾ അത് ഉൾപ്പെടുത്തിയിരുന്നു റൈറ്റ്, 2020 എക്സാം പേപ്പർ അനലൈസിസ്. ഓക്കെ, സോ ലെറ്റ് us go to the question paper. ഓക്കെ, സോ നമ്മൾ 2020 പേപ്പറിലേക്ക് വരികയാണ്. അപ്പോൾ അത് പാർട്ട് എയിൽ, ഓക്കെ, പാർട്ട് എയിൽ നമുക്ക് 6th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 6th ക്വസ്റ്റ്യനിൽ അത് പറഞ്ഞിട്ടുള്ളത്, 6th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇവിടെ. ദ ഫിഗർ ബിലോ ഷോസ് എ ക്യൂബിക് യൂണിറ്റ് സെൽ വിച്ച് ലാറ്റിസ് കോൺസ്റ്റന്റ് ഈസ് എ. ദ ഷെയ്ഡഡ് ക്രിസ്റ്റലോഗ്രാഫിക് പ്ലെയിൻ ഇന്റർസെക്ട് ദ എക്സ് ആക്സിസ് അറ്റ് 0.5a. ദ മില്ലർ ഇൻഡീസസ് ഓഫ് ദ ഷെയ്ഡഡ് പ്ലെയിൻ ആർ. മില്ലർ ഇൻഡീസസ് ഇത് സോളിഡ് സ്റ്റേറ്റിൽ ചോദിക്കുന്ന ഒരു സോളിഡ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇതിന്റെ തിയറീസ് ഒക്കെ നമുക്ക് ഡെപ്തിൽ പറയാണ്ട് ഫോർ ദ ടൈം ബീങ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങോട്ട് നോക്കി, നമ്മുടെ ഒരു പ്ലെയിന്, ഇതുപോലൊരു പ്ലെയിൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇത് എന്താണ് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ഈ പ്ലെയിൻ തന്നിട്ടുള്ളത്. ഇത് y ആക്സിസിൽ എയിൽ ടച്ച് ചെയ്യുന്നു, x ആക്സിസിൽ ഇത് ടച്ച് ചെയ്യുന്നത് a/2ലാണ്, y ആക്സിസിൽ ഇത് ടച്ചും ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. 0.5a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a/2. ഓക്കെ, അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന പ്ലെയിൻ നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊരു ക്യൂബിക് ക്രിസ്റ്റൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുകൊണ്ട് സോ ഇതിന്റെ എല്ലാ ലെങ്ത്തും എന്തായിരിക്കും? ഓക്കെ, ക്യൂബിക് യൂണിറ്റ് സെൽ ആയതുകൊണ്ട് ഇതിന്റെ എല്ലാ ലെങ്ത്തും a ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മില്ലർ ഇൻഡീസസ് കാണാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സ് വൈ ഇസഡ് അങ്ങോട്ട് എഴുതുക. എക്സ് വൈ ഇസഡ് എഴുതുകയാണെങ്കിൽ എക്സ് ആക്സിൽ a/2 ആണ് വന്നിട്ടുള്ളത് അല്ലേ, y ആക്സിൽ എത്രയാണ് വന്നിട്ടുള്ളത്? a. ഇനി ഇസഡ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഇസഡ് ആക്സിൽ ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിനെന്താ എഴുതുക? ഇപ്പൊ ഇതാണ് നമ്മുടെ ഇസഡ് ആക്സിസ്, ഈ ബ്ലൂ ലൈനിൽ. ഇനി ഈ പ്ലെയിനിൽ ഞാൻ മറ്റൊരു ഇത് വരക്കാം. ഓക്കെ, സോ നമുക്ക് പ്ലെയിനിൽ നമ്മൾ വേറൊരു ലൈൻ വരക്കുകയാണെങ്കിൽ ഈ പ്ലെയിനിനെ ഇന്റർസെക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ ഈ പ്ലെയിനിലൂടെ കടന്നുകൊണ്ടെന്ന് വിചാരിക്കുക. ഇത് അപ്പൊ ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇത് പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസ് എവിടെ ഇന്റർസെക്ട് ചെയ്യുക? ഇൻഫിനിറ്റിയിൽ റൈറ്റ്, ഇൻഫിനിറ്റിയിലാണ് പാരലൽ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുക. ഓൾറൈറ്റ്, സോ നമുക്ക് ഇവിടെ ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം. ഓക്കെ, ഇൻഫിനിറ്റി എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഇന്റർസെക്ടിങ് ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് സെല്ലിന്റെ ലെങ്ത്, ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് a ആണ്. ആ a കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് അതാണ്. അപ്പോൾ 1/2 ഇതിനെ a കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 1. ഇൻഫിനിറ്റിനെ a കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇൻഫിനിറ്റി തന്നെ വരും. ഇൻഫിനിറ്റിയെ ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇൻഫിനിറ്റി തന്നെ വരും. ഇനി നമ്മൾ ചെയ്യേണ്ട റെസിപ്രോക്കൽ എടുക്കണം. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ എടുത്ത് എന്താ വരിക? 1ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 2, 1ന്റെ 1/2ന്റെ റെസിപ്രോക്കൽ 2, 1ന്റെ റെസിപ്രോക്കൽ 1 തന്നെ, ഇൻഫിനിറ്റിന്റെ റെസിപ്രോക്കൽ 1/∞, ദാറ്റ് ഈസ് 0. സോ 210 ആയിരിക്കും ഇതിന്റെ
മില്ലർ ഇൻഡിസസ്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക. ഓക്കെ, ഇനി അതുപോലെ ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്തുതരാം. ഇപ്പൊ നമ്മൾ ഞാനൊരു പ്ലെയിൻ വരക്കാം അവിടെ, അതിന്റെ മില്ലർ ഇൻഡിസസ് എത്രയാണ് നിങ്ങൾ പറയണം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു ക്യൂബ് വരച്ചു, റൈറ്റ്. ഒന്ന് ഇതുപോലെ തന്നെ വരച്ചു. ഒറിജിന് Z ആക്സിസ്, ഒറിജിൻ ഇതാ ഇവിടെ തന്നെ ആയി നിർത്തിക്കൊണ്ട്. ഓക്കെ, ഇതില് ഞാനൊരു പ്ലെയിൻ വരച്ച് കാണിച്ചതാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇതുപോലൊരു പ്ലെയിൻ ഇവിടെ A/2 ഒരു പോയിന്റ് ഉണ്ട് വിചാരിക്കുക, ഇവിടെ A/2 ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. Y ആക്സിൽ, Z ആക്സിസിലും A/2 ഒരു പോയിന്റ് ഉണ്ട് വിചാരിക്കുക. ഈ A/2 പോയിന്റ് ഒക്കെ ഞാൻ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ്. ഇതിന്റെ മില്ലർ ഇൻഡിസസ് എത്രയായിരിക്കും? ഇതിന്റെ മില്ലർ ഇൻഡിസസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പോലെ തന്നെ X എഴുതണം, Y എഴുതണം, Z എഴുതണം. X എത്ര? A/2. Y എത്ര? A/2. Z എത്ര? A/2. ശരിയല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം A കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ 1/2, 1/2, 1/2. ഇനി റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ 2, 2, 2. അപ്പൊ 2, 2, 2 ആണ് ഇതിന്റെ മില്ലർ ഇൻഡിസസ്. മനസ്സിലായല്ലോ? ഇതുപോലെയാണ് മില്ലർ ഇൻഡിസസ്. അപ്പൊ നമ്മൾ പാർട്ട് എയില് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നേരിട്ട്. ഓക്കെ, അപ്പൊ ഇതിനൊരു പെട്ടെന്ന് എഴുതാം. ഇത് അറിയാവുന്ന ഒരാൾക്ക് ഇത് ഇത്രയും കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ലല്ലോ, പെട്ടെന്ന് എഴുതാം. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് എയില് 1 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മിക്കവാറും നമുക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും. ഓക്കെ, ഇനി അതിൽ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. ഓക്കെ, 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ്. 2 planets P1 and P2 having masses M1 and M2. Okay, revolves around the sun in an elliptical orbit with a time period T1 and T2 respectively. ഓക്കെ, അപ്പൊ 2 പ്ലാനറ്റ് P1 ഉം P2 ഉണ്ട്, രണ്ടിന്റെയും മാസ് തന്നിട്ടുണ്ട്, രണ്ടിന്റെയും ടൈം പീരീഡും തന്നിട്ടുണ്ട്. ദ മിനിമം ആൻഡ് മാക്സിമം ഡിസ്റ്റൻസസ് ഓഫ് പ്ലാനറ്റ് P1. പ്ലാനറ്റ് P1 സണ്ണുമായിട്ട് ഉണ്ടാക്കുന്ന മാക്സിമം ഡിസ്റ്റൻസും മിനിമം ഡിസ്റ്റൻസും 6 ഉം 3 6 ആണ് തന്നിട്ടുണ്ട്. പ്ലാനറ്റ് P2 പിന്നെ സണ്ണുമായിട്ട് ഉണ്ടാക്കുന്ന മിനിമവും മാക്സിമവും ഡിസ്റ്റൻസ് 2R ഉം 4R ഉം ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T2/T1 കണ്ടുപിടിക്കണം. M1 ഉം M2 ഉം അസ്യൂമിങ് M1 ആൻഡ് M2 ആർ മച്ച് സ്മോളർ ദാൻ ദ മാസ് ഓഫ് ദ സൺ. ഓക്കെ, ആ സണ്ണിനേക്കാൾ മാസ് കുറവാണെങ്കിലാണല്ലോ പ്ലാനറ്റ് അതിന് ചുറ്റും റിവോൾവ് ചെയ്യുക. ഓക്കെ, but that is already understood. Okay, because revolve around the sun means sun is heavier body and planet is the planet ആണ് ചെറിയ ബോഡി. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അപ്പൊ T2/T1 ആണ് നമുക്ക് കാണേണ്ടത്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ഒരു പ്ലാനറ്റ് ഉണ്ട്, രണ്ടാമതൊരു പ്ലാനറ്റ് ഉണ്ട്, രണ്ടിനും സെപ്പറേറ്റ് ഡയഗ്രാം തന്നെ വരച്ചോ. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, അപ്പൊ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് സണ്ണൊക്കെ ലൊക്കേറ്റ് ചെയ്യാം. നമുക്കറിയാം സണ്ണ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫോക്കസിലാണ്, എലിപ്സിന്റെ ഫോക്കസിലാണ്. അപ്പൊ രണ്ടിനും ഫോക്കസ് വരച്ചു, രണ്ടിലും ഓരോ പ്ലാനറ്റ് ഒക്കെ വരച്ചിട്ട് ചിത്രം ഒന്ന് ഭംഗീകരിച്ചോ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ നമ്മൾ ചിത്രമൊക്കെ ഒന്ന് ഭംഗീകരിച്ചു. നമുക്കിനി അറിയേണ്ടത് നമ്മൾ തന്നിട്ടുള്ളത് ഇതാ. ഇപ്പൊ ഈ പ്ലാനറ്റ് എവിടെ ആവുമ്പോഴാണ് അതിന് പിന്നെ ഈ പ്ലാനറ്റ് കറങ്ങി കറങ്ങി ഇവിടെ എത്തുമ്പോഴല്ലേ ഇതിന് ഇത് ഫസ്റ്റ് കേസാണെന്ന് വിചാരിക്കുക, ഇത് രണ്ടാമത്തെ കേസാണ് വിചാരിക്കുക. ഫസ്റ്റ് കേസിൽ അപ്പൊ ഈ പ്ലാനറ്റും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മിനിമം ആവുന്നത്, ദാറ്റ് മീൻസ് 6 വരുന്നത് ഇവിടെ എത്തുമ്പോഴാണ്. രണ്ടാമത്തെ കേസിൽ ലോങ് ഡിസ്റ്റൻസ് സണ്ണുമായിട്ട് പ്ലാനറ്റിന് ഉണ്ടാവുന്ന ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്ലാനറ്റ് ഇവിടെ എത്തുമ്പോഴാണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3R ആണ്. ഓക്കെ, അത് തന്നിട്ടുണ്ട്. ഇവിടെ സണ്ണും പ്ലാനറ്റും ഈ സെക്കൻഡ് പ്ലാനറ്റ് ഇവിടെ എത്തുമ്പോൾ ഇവ തമ്മിലുള്ള ലോവർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2R ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇവിടെ 2R തന്നിട്ടുണ്ട്. ആൻഡ് 4R ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് 4R ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസും സണ്ണിൽ നിന്ന് പ്ലാനറ്റിനുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ടൈം പീരീഡ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ചിന്തിക്കണം, ടൈം പീരീഡുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ലോ ഉണ്ടോ? ടൈം പീരീഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ലോ, കെപ്ലേസിന്റെ ലോ നമ്മളെ മനസ്സിലേക്ക് ഓടി വരണം. ഓക്കെ, കെപ്ലേസിന്റെ ലോ എന്താ പറയുന്നത്? T² ഈസ് പ്രൊപ്പോർഷണൽ ടു A³ ഇവിടെ തന്നെ ഇത് കൂടെ നമുക്ക് T2/T1 കാണണമെങ്കിൽ T2² / T1² നമുക്ക് A2³ ഡിവൈഡഡ് ബൈ A1³ അങ്ങോട്ട് എഴുതാം. ഇവിടെ തന്നെ നമുക്ക് എഴുതാം T2/T1 എന്ത് എഴുതാം? A2/A1 ഹോൾ ക്യൂബ്. A2 A1 ഒക്കെ എന്താണ്?
A2 എന്ന് പറയുന്നത് ഫസ്റ്റ് എലിപ്സിന്റെ മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ഇത് 2A2 എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് 2A1. ഇത് എന്താണ് ടോട്ടൽ 2A2 അല്ലേ, 2A2. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ടോട്ടൽ എന്ന് പറയുന്നത് 2A1 ആയിരിക്കും. ഓക്കെ അല്ലേ. ടോട്ടൽ സെമി മേജർ ആക്സിസ് ഫുൾ മേജർ ആക്സിസ് എന്ന് പറയുന്നത് 2A1 2A2 എടുക്കുക. ഓക്കെ അപ്പൊ ഈ 2A2 എന്ന് പറയുന്നതാണ്. അപ്പൊ ഇത് എത്രയാണ് 2R 4R കൂട്ടി കഴിഞ്ഞാൽ 2A2 അല്ലേ. സോ 2A2 is equal to 2R plus 4R, that is 6R. So A2 is equal to 3R. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 2A1 is equal to R plus 3R എന്ന് കിട്ടില്ലേ. സോ A1 എത്ര 2R എന്ന് കിട്ടും, ശരിയല്ലേ. 4R by 2 that is 2R. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് T2 by T1 is equal to എന്ത് കിട്ടും A2 by A1 എന്ത് കിട്ടും. A2 by A1 എന്ന് പറയുന്നത് A2 ഇവിടെ ഉണ്ട്, A1 ഉണ്ട്. 3R by 2 that is 3 by 2 എന്ന് വരും അല്ലേ. 3 by 2 നമുക്ക് T2 by T1 ആണെങ്കിൽ 3 by 2 എന്ന് വന്നു. ഓൾ റേസ് ടു അല്ലേ, നമുക്ക് 3R 2R ഓൾ റേസ് ടു ഇവിടെ നമ്മൾ T2 by T1 ആണെങ്കിൽ ഇതിന്റെ ഓൾ സ്ക്വയർ എടുത്തിട്ട് പ്രത്യേക സ്ക്വയർ ഉണ്ട്, അപ്പൊ 3 by 2 എന്ന് വരും ഇവിടെ. ഓക്കെ ഓൾ റൈറ്റ്. സോ ഓൾ റേസ് ടു 3 by 2. അപ്പൊ 6 ക്യാൻസൽ ചെയ്തു. ഇനി അപ്പൊ നമുക്ക് ഈ 3 by 2 റേസ് ടു 3 by 2 എന്നുള്ള എന്ത് എഴുതാം. ദാറ്റ് ഈസ് 3 by 2 റേസ് ടു 1 plus 1 by 2 എന്ന് എഴുതാം. ഓക്കെ so let me go to the blackboard. So that is equal to 3 by 2 raised to 1 into 3 by 2 raised to 1 by 2. ഇതെന്ന് പറയുന്നത് 3 by 2 തന്നെയാണ്, ഇത് റൂട്ട് 3 by 2 ആണ്. സോ ആൻസർ എത്ര വരിക 3 by 2 റൂട്ട് 3 by 2 എന്ന് വരും, ശരിയല്ലേ. സോ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ നമുക്ക് കെപ്ലേസ് ലോസിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ഇതൊന്നുമല്ല, നമുക്ക് ഇതിലും ഹാർഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ഈ പ്ലാനറ്ററി മോഷനിൽ ചെയ്ത് പഠിക്കാനുണ്ട്. കാര്യം നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് പ്ലാനറ്ററി മോഷന്, എക്സിൻട്രിസിറ്റിയുമായിട്ടുള്ള റിലേഷന്, എക്സിൻട്രിസിറ്റി എലിപ്റ്റിക്കൽ പാത്തപ്പോയാണ് സ്പെരിക്കൽ പാത്തപ്പോയ ഉണ്ടാവുന്നത്, അതിനൊക്കെയുള്ള എക്സിൻട്രിസിറ്റി കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ സോ നമ്മൾ തിയറിറ്റിക്കലായി അത് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യും ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ. ഓക്കെ സോ നമുക്ക് ലെറ്റസ് ഗോ ടു പാർട്ട് എയില് 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ഓരോ ക്വസ്റ്റ്യൻസ്. ഇത് എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യന്റെ ഒരു രീതി മനസ്സിലാവാൻ. ഓക്കെ ഇനി പാർട്ട് ബിയിൽ ഞാൻ പറഞ്ഞു, പാർട്ട് ബിയിൽ നമുക്ക് MSQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. MSQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആൻസർ കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ 4 ഓപ്ഷൻ തരും, അതിൽ ഒന്ന് കൂടുതൽ ആൻസർ ഇതിൽ ശരിയായിരിക്കും. ചിലപ്പോൾ 4 ശരിയായിരിക്കും, ചിലപ്പോൾ 2 ശരിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒരു ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ആണ്. കാര്യം 2 ശരിയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാലും മൂന്നാമത്തത് ശരിയാണോ തെറ്റാണോ നോക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യന് പിന്നെ ആ 2 അറിഞ്ഞുകൊണ്ടും നമുക്ക് 3 കാര്യങ്ങൾ അറിയാമെങ്കിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ശരിയാവുന്നത്. സോ ഇത് 10 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട്. ബട്ട് നമ്മളൊരു തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ തിയറിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവർക്ക് ഇത് ചെയ്യാം. അതിൻ്റെ തന്നെ ഡിഫറെന്റ് കാര്യങ്ങളായിരിക്കും ഇതിൽ തരിക. ഓക്കെ അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇത് നേരത്തെ നമ്മൾ ചോദിച്ചത്, നേരത്തെ വന്ന ക്വസ്റ്റ്യന് മെക്കാനിക്സ് എന്നായിരുന്നു, അതിന് മുമ്പ് ചോദിച്ചത് സോളിഡ് സ്റ്റേറ്റ് എന്നായിരുന്നു. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഓസിലേഷൻ വേവ് ഓപ്റ്റിക്സ് എന്നുള്ള പേപ്പർ എന്നാണ്. ഓക്കെ അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ ഓസിലേഷന്റെ ഭാഗത്തു നിന്നാണ് ഓസിലേഷൻ വേവ് ഓപ്റ്റിക്സിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഒബ്ജക്ട് എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ അലോങ് എക്സ് ഡയറക്ഷൻ വിത്ത് ആംഗുലാർ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് ഒമേഗ ആൻഡ് ആംപ്ലിറ്റ്യൂഡ് എ. ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്ട് ഈസ് 4 centimeter per second and 2 centimeter per second when its amplitude is 2 centimeter and 6 centimeter. അപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ തന്നിട്ടുണ്ട്, അത് എക്സ് ഡയറക്ഷനിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒമേഗയും ആംപ്ലിറ്റ്യൂഡ് ഒക്കെ തന്നിട്ടുണ്ട്, റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട് ഒമേഗ എ. ആൻഡ് സ്പീഡ് 4 centimeter 2 centimeter ആവും എപ്പോൾ ഈ ഡിസ്റ്റൻസ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ എഴുതണം 4 centimeter per second എപ്പോഴാണ് വരുന്നത്, ആംപ്ലിറ്റ്യൂഡ് അല്ല ഡിസ്പ്ലേസ്മെന്റ് 2 centimeter ആവുമ്പോൾ. ഓക്കെ അപ്പൊ വെലോസിറ്റി. ഇനി വേറൊരു കാര്യം കൂടെ തന്നിട്ടാണ്, 2 centimeter per second ആവും എപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 6 centimeter ആവും, 2 centimeter per second ആവും. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതി വെക്കുക, കൺഫ്യൂഷൻ ആകാതിരിക്കാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിന് പകരം ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോവും. സോ 2 centimeter per second എപ്പോഴും ആംപ്ലിറ്റ്യൂഡ് ഡിസ്പ്ലേസ്മെന്റ് 6 centimeter ആവുമ്പോൾ. ഓക്കെ അപ്പൊ അത് അറിയാന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഒമേഗന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്, എന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു, ഒമേഗ എന്ന് പറയുന്നത് എന്താണ് ആംഗുലർ ഫ്രീക്വൻസി. അപ്പൊ ഒമേഗയും എയും കണ്ടെത്തുക, അത് ഇതിൽ ഏതാണ് ആൻസർ വരിക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ അപ്പൊ അത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ അപ്പം ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് വെലോസിറ്റി x ആണ് തന്നിട്ടുള്ളത്,
അപ്പോൾ വെലോസിറ്റിയും എക്സും അറിയാമെങ്കിൽ എ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എയും ഒമേഗയാണ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ അങ്ങനെയാണ് ഇക്വേഷൻ സെലക്ട് ചെയ്യാം. എയും ഒമേഗയാണ് തന്നിട്ടുള്ളത് ഓപ്ഷൻസിൽ. അപ്പോൾ ഈ വെലോസിറ്റി, എക്സ്, എ, ഒമേഗ ഇതൊക്കെ കണക്ട് ചെയ്യുന്ന റിലേഷന് മനസ്സിലേക്ക് ഓടി വരണം. ഓക്കെ, ഏതായിരിക്കും ഈ 4 പാരാമീറ്ററും വരുന്ന ഒരു ഇക്വേഷന്? വെരി സിമ്പിൾ ഇക്വേഷൻ. വി സിക്കൽ നമ്മൾ ലോവർ ക്ലാസ്സിൽ പോലും പഠിച്ചിട്ടുണ്ട്. വി സിക്കൽ ടു ഒമേഗ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, റൈറ്റ്? 4 പാരാമീറ്ററും വന്നു കഴിഞ്ഞു, റൈറ്റ്? നൗ ഇറ്റ് ഈസ് വെരി ഈസി ടു സോൾവ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ട് തിയറിയുടെ ഭാഗമായിട്ട്. ഇത് നമ്മൾ എങ്ങനെ ഡിറൈവ് ചെയ്തത്? നമ്മൾ വി സിക്കൽ ടു നമ്മളൊരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് തന്നെ എ സൈൻ ഒമേഗ ടി ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഇതിന് വെലോസിറ്റി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡി എക്സ് ബൈ ഡി ടി എന്ന് എടുക്കും. ദാറ്റ് ഈസ് എ ഇൻറ്റു സൈൻ ഒമേഗ ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് വരും, ശരിയല്ലേ? ദാറ്റ് ഈസ് എ ഇൻറ്റു ദാറ്റ് ഈസ് ഒമേഗനെ നമുക്ക് അവിടെ നിർത്താം. ഒമേഗ അവിടെ നിർത്തി നമുക്ക് റൂട്ട് എ കോസ് ഒമേഗ ടിയെ നമുക്ക് എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി എന്ന് എഴുതാം. റൂട്ട് പോകുമ്പോൾ ഇത് തന്നെ വരുമല്ലോ. ദാറ്റ് ഈസ് ഒമേഗ ഇൻറ്റു റൂട്ട് എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ഒമേഗ ടി നമുക്ക് വേണമെങ്കിൽ 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഒമേഗ ഇസ് ഇക്വൽ ടു റൂട്ട്, നമുക്ക് ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എ സ്ക്വയർ മൈനസ് ഇത് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടിയെ നമുക്ക് എ സൈൻ ഒമേഗ ടി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഈ എ സൈൻ ഒമേഗ ടി എന്താണ്? ദാറ്റ് ഈസ് വി സ്റ്റാർട്ട് വിത്ത് ഡിസ്പ്ലേസ്മെന്റ്, അല്ലേ? സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ശരിയല്ലേ? ഒമേഗ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇതിന്റെ ഒരു ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല, ബട്ട് നമ്മൾ തിയറിയിൽ ഇതൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു റിലേഷൻ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എന്താണ് ടേംസ് എന്ന് അറിയണം. വെലോസിറ്റി, ഓക്കെ, ആക്സിലറേഷൻ, ആക്സിലറേഷൻ അല്ല ആംപ്ലിറ്റ്യൂഡ്, റൈറ്റ്? അപ്പൊ ഇവിടെ എപ്പോഴും ക്യാപിറ്റലേ ഉപയോഗിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ആക്സിലറേഷനുമായി. ഇനി നമ്മൾ വെലോസിറ്റിക്ക് ആക്സിലറേഷൻ നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഭാഗമായിട്ട് ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നമ്മൾ നമുക്ക് ഈസിയാണ്, രണ്ടും സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് 2 ഇക്വേഷൻ ഉണ്ടാക്കി സോൾവ് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ കിട്ടുന്ന വാല്യൂസ് ഓപ്ഷൻ എയിൽ ഏതാ ഉള്ളത് എന്നുള്ളത് നോക്കിയാൽ മതി. സോ നമുക്ക് ആദ്യം വെലോസിറ്റി 4 എന്ന് കൊടുക്കാം. വെലോസിറ്റി 4 ആവുമ്പോൾ ഒമേഗ റൂട്ട്, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 2 ആണ്. ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. ഇനി വെലോസിറ്റി 2 ആവുന്നു. 2 ആവുമ്പോൾ ഒമേഗ റൂട്ട് എ സ്ക്വയർ മൈനസ് ഡിസ്പ്ലേസ്മെന്റ് എന്താവുന്നു? 6 ആവുന്നു. ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4/2 എന്ന് പറയുന്നത് നമുക്ക് 2 എന്ന് വരും. ഒമേഗയും വെട്ടിപ്പോവും. സോ നമുക്ക് റൂട്ട് എ സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ റൂട്ട് എ സ്ക്വയർ മൈനസ് 36. ഇനി ഇത് സ്ക്വയർ ചെയ്ത് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക അങ്ങോട്ട് കൊണ്ടുപോയിട്ട്. ദാറ്റ് ഈസ് 4 ഇൻറ്റു എ സ്ക്വയർ മൈനസ് 36 എന്ന് പറയുന്നത് എത്ര വരും? ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് 4 എന്ന് വരും. സോ നമുക്ക് 3a സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 36 എടുത്തു കഴിഞ്ഞാൽ 4 ഇൻറ്റു 30 120 144 മൈനസ് 4 വരുമ്പോൾ 140. സോ 140, റൈറ്റ്? ഈ 2 ഇവിടെ ഒരു 4a സ്ക്വയർ ഉണ്ട്. എ സ്ക്വയർ മൈനസ് ചെയ്യുമ്പോൾ 3a സ്ക്വയർ ആയി. സോ എ സ്ക്വയർ എന്ന് പറയുന്നത് 140/3 എന്ന് വരും. സോ എ എത്ര വരും? റൂട്ട് 140/3, റൈറ്റ്? ഇനി എ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ അല്ലേ? എ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒമേഗ കിട്ടില്ലേ? സോ ഒമേഗ സിക്കൽ ടു ഇവിടെ തന്നെ നമുക്ക് എഴുതാം. സോ ലെറ്റ് മീ റൈറ്റ് ദിസ് ഒമേഗ അല്ലേ നമുക്ക് വേണ്ടത്? ഒമേഗ സിക്കൽ ടു വി ബൈ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അല്ലേ? അതിന്റെ ആവശ്യമില്ല, നമുക്കിത് വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നെ ഉണ്ടല്ലോ. സോ ഇത് തന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഒമേഗ സിക്കൽ ടു 2 ബൈ റൂട്ട് എ സ്ക്വയർ മൈനസ് 6 സ്ക്വയർ, അല്ലെങ്കിൽ ചെറിയ 6 സ്ക്വയർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ തന്നെ ഇട്ട് കൊടുത്തോ, ചെറുത് തന്നെ ഇട്ട് കൊടുത്തോ. ദാറ്റ് ഈസ് 4 സിക്കൽ ടു നമുക്ക് ഒമേഗ, ഓക്കെ, ഒമേഗ റൂട്ട്, റൈറ്റ്? എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 140/3 മൈനസ് 4 എന്ന് വരും, അല്ലേ? സോ 140 മൈനസ് 12 എന്ന് പറയുന്നത് എത്ര വരും? ദാറ്റ് ഈസ് 4 ഇസ് ഈക്വൽ ടു ഒമേഗ റൂട്ട് 140 മൈനസ് 12, ദാറ്റ് ഈസ് 128, റൈറ്റ്? 128/3, റൈറ്റ്? 128/3 അതിനെ നമുക്ക് 8ന്റെ മൾട്ടിപ്ലൈ ചെയ്തല്ലോ, അല്ലേ? അപ്പോൾ നമുക്കിതിനെ 4 വെളിയിലെടുക്കാം, റൈറ്റ്? 4 വെളിയിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് 3/8 എന്ന് കിട്ടും, അല്ലേ? ദാറ്റ് മീൻസ് 4 ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു നമ്മളൊരു 4 വെളിയിലെടുത്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് റൂട്ട് 8/3 എന്ന് എഴുതിക്കൂടെ? സോ 4 ക്യാൻസൽ. ഒമേഗ സിക്കൽ ടു റൂട്ട് 3/8. അപ്പോൾ ഒമേഗ റൂട്ട് 3/8 ആണ്. ആംപ്ലിറ്റ്യൂഡ് റൂട്ട് 40/3 ആണ്. സോ ലെറ്റ് us check the answer, റൈറ്റ്? സോ യെസ്, ഓപ്ഷൻ എ പറയുന്നത്
a is equal to root a is equal to root 3 by 8. That is correct. And option C പറയുന്നത് a is equal to root 140 by 3. So അതും കറക്റ്റ് ആണ്. ഓക്കെ, സോ ഇതിൽ ആൻസർ ഏതൊക്കെയാണ് കറക്റ്റ്? സോ എ കറക്റ്റ് ആണ്, സി കറക്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ. സോ ഇതുപോലെ വേണം പ്രോബ്ലങ്ങളെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. റൈറ്റ്, അപ്പോൾ നമ്മൾ പാർട്ട് ബിയിൽ നമുക്ക് ഇതുപോലത്തെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ബന്ധപ്പെടാനുള്ള പാർട്ട് സിയിലാണ്. പാർട്ട് സിയിലും ഇതുപോലെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 1 മാർക്കിന്റെ 10 ക്വസ്റ്റ്യനും പിന്നെ 2 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസും ആണുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പാർട്ട് സിയിൽ 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 2020 ചോദിച്ചിട്ടുള്ള. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ വെക്ടർ ഫംഗ്ഷൻ u of xy is equal to 2y I cap plus x j cap along the straight line from 00 to 24. ഓക്കെ, 00 to 24. അപ്പൊ ഈ രീതിയിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ലൈൻ ഇന്റഗ്രലാണ് കാണാൻ വന്നിട്ടുള്ളത്. അലോങ് ദ സ്ട്രൈറ്റ് ലൈൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടേം. സോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആ ഫംഗ്ഷൻ ഇങ്ങോട്ട് എഴുതാം. u of xy തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 2y I cap plus x j cap. ഓൾറൈറ്റ്. ഇനി നമുക്ക് ഇതിൽ തന്നിട്ടുള്ളത് u of xy തന്നിട്ടുണ്ട്, സ്ട്രൈറ്റ് ലൈൻ പോയിന്റ് തന്നിട്ടുണ്ട് 00 to 24. ഓക്കെ, ഇതാണ് നമ്മുടെ ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ലൈൻ ഇന്റഗ്രൽ കാണാനാണ് വേണ്ടിട്ടുള്ളത്. സോ ലെറ്റ് us ഗോ ടു ദ ബ്ലാക്ക് ബോർഡ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ആ കിട്ടുന്ന ആൻസർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടുമല്ലോ. അപ്പൊ സപ്പോസ് 20 കിട്ടുകയെന്ന് വിചാരിക്കുക. അപ്പൊ 20 ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കീബോർഡ് ഉപയോഗിച്ചിട്ട്. കാര്യം അതാണ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ന്യൂമറിക്കൽ ആയിട്ടൊരു ആൻസർ കിട്ടും, അതിവിടെ ടൈപ്പ് ചെയ്യാണ്, ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇതിന് 1 മാർക്ക് കിട്ടും ചെയ്ത് കഴിഞ്ഞാൽ. ഇതുപോലെ കുറച്ചും കൂടെ താരതമ്യേന ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ന്യൂമറിക്കൽ ടൈപ്പ് 2 മാർക്കിന്റെ സെക്ഷനിൽ വരും. ഓക്കെ, അപ്പോൾ സോ ലെറ്റ് us ഗോ ടു ദ ബ്ലാക്ക് ബോർഡ് ടു ഡു ദിസ്. ദെൻ സി, നമുക്ക് ലൈൻ ഇന്റഗ്രൽ ആണ് കാണാൻ വേണ്ടിയിട്ടുള്ളത്. എന്താണ് വാട്ട് ഈസ് ലൈൻ ഇന്റഗ്രൽ? നമുക്ക് 3 ഇന്റഗ്രലേ അറിയുള്ളൂ. ഒന്ന് ലൈൻ ഇന്റഗ്രൽ, ദാറ്റ് ഈസ് എഫ് ഡോട്ട് dr, അല്ലെങ്കിൽ സർഫസ് ഇന്റഗ്രൽ, ദാറ്റ് ഈസ് എഫ് ഡോട്ട് ds, അല്ലെങ്കിൽ വോളിയം ഇന്റഗ്രൽ, ദാറ്റ് ഈസ് എഫ് ഡോട്ട് dv. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് ലൈൻ ഇന്റഗ്രലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് രണ്ടും അപ്പോഴൊക്കെ മാറ്റിയേക്കാം. ഓക്കെ, ഈ ലൈൻ ഇന്റഗ്രലും ട്രിപ്പിൾ ഇന്റഗ്രലും ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഓർക്കുക നമ്മൾ, പക്ഷെ ഇവിടെ ഫംഗ്ഷന് u of xy ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഫംഗ്ഷനെ നമുക്ക് ഈ ഫംഗ്ഷനായിട്ട് റീപ്ലേസ് ചെയ്യാം. സോ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2y I cap plus x j cap. ഇനി ഡോട്ട്, വാട്ട് ഈസ് dr? dr എന്ന് പറയുന്നത് ഒരു xy പ്ലെയിനിൽ xyന്റെ ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. ഒരു xy പ്ലെയിനിൽ പൊസിഷൻ വെക്ടർ എന്താണ്? xi cap plus yj cap അല്ലേ? സോ വാട്ട് ഈസ് dr? dr is equal to that is equal to dxi cap plus dy j cap. അപ്പൊ നമുക്ക് അത് അവിടെ ഇട്ട് കൊടുക്കാം dr ന്റെ വാല്യൂ, that is dxi cap plus dy j cap. ഓൾറൈറ്റ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, that is 2y dx. റൈറ്റ്, നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം, 2y dx plus x dy. സോ ദിസ് വിൽ ബി അവർ ഇന്റഗ്രൽ. ഓൾറൈറ്റ്, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എലോങ് ദ പിന്നെ സ്ട്രൈറ്റ് ലൈൻ അല്ലേ? അപ്പൊ സ്ട്രൈറ്റ് ലൈനിൽ x1 y1 തന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ലൈനിലെ പോയിന്റ് ആണെന്ന് പറയുമ്പോൾ x2 y2, നമുക്ക് സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? ഓക്കെ, നമുക്ക് അതിൽ നിന്ന് ഈ ഒരു ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിത് വേരിയബിൾ എക്സും വൈ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് നടക്കുക. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഇന്റഗ്രേറ്റ്. റൈറ്റ്, സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദ വേരിയബിൾ വാല്യൂ. സോ y വാല്യൂ ഇൻ ടേംസ് ഓഫ് x ഓർ x വാല്യൂ ഇൻ ടേംസ് ഓഫ് y. അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ തന്നെ. അപ്പൊ 2 കോർഡിനേറ്റ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? സോ we can find this using x minus x1 divided by the basic ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ y minus y1 divided by y2 minus y1. ഇവിടെ x minus 0 ആണ് അല്ലേ? ഡിവൈഡർ ബൈ x2 minus x1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ എടുക്കുകയാണ്? ദാറ്റ് ഈസ് 2 minus 0. റൈറ്റ്, ആൻഡ് y minus y1 എന്ന് പറയുമ്പോൾ ഇവിടെ y minus y1 is 0, ബട്ട് y2 minus y1 എന്ന് പറയുമ്പോൾ 4 minus 0. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താം? y is equal to, ഈ 4 ഇങ്ങോട്ട് വന്ന 4 ഉം 2 ഉം വെട്ടിപ്പോയിട്ട് y is equal to 2x എന്ന് എഴുതാം അല്ലേ? അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ദാറ്റ് ഈസ് y is equal to 2x ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ yക്ക് 2x എന്ന് കൊടുത്തു, dx ഉണ്ട് പ്ലസ് x ഇൻറ്റു, സോ yക്ക് 2x നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ dy എന്തായിരിക്കും? ഇവിടുന്ന് നമുക്ക് dy കണ്ടുപിടിച്ചൂടെ? dy is equal to 2dx അല്ലേ? സോ നമുക്ക് dyക്ക് വരാൻ ചോദിക്കാം 2dx എന്ന് കൊടുക്കാം.
ഇപ്പോൾ ഫലത്തിൽ എന്തായി 4x dx ഉണ്ട്, ഇവിടെ 2x dx ഉണ്ട്. മൊത്തത്തിൽ എത്ര x dx ആയി? 6x dx ആയി. ഇനി ഇപ്പൊ എല്ലാം എക്സിലേക്ക് മാറ്റി, റൈറ്റ്? എക്സിലേക്ക് മാറി കഴിഞ്ഞാൽ പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സുഖമാണ്. എക്സിന്റെ ലിമിറ്റ് 0 to 2 അല്ലേ? ദാറ്റ് മീൻസ് 0 to 2 എന്ന് കൊടുക്കാം. ഓൾറൈറ്റ്, അപ്പൊ നമുക്കിതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ആണ്. ദാറ്റ് ഈസ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 ഇൻറ്റു എക്സിനെ ചെയ്ത x²/2 എന്ന് വരും. ലിമിറ്റ് എത്രയാണ്? 0 to 2. സോ 6 ഇൻറ്റു 2²/2 മൈനസ് 0²/2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 6 ഇൻറ്റു 4/2 സിക്കൽ ടു 6 ഇൻറ്റു 2 സിക്കൽ ടു 12. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ 12 എന്നുള്ള ആൻസർ അവിടെ കിട്ടും. ശരിയല്ലേ? അപ്പൊ നമ്മൾ ആ 12 എന്നുള്ള ആൻസർ ഇതൊരു ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ആ 12 എന്ത് ചെയ്താൽ മതി? അവിടെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇതിന്. അപ്പൊ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇന്റഗ്രേഷൻ ഒക്കെ ഞാൻ സ്പീഡിൽ പോയത്. നമുക്ക് ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് ദ തിയറി. ഓക്കെ, നമ്മളിതെല്ലാം ലൈൻ എന്താണ്, സർഫസ് ഇന്റഗ്രൽ എന്താണ്, ഇതൊക്കെ പഠിക്കാൻ പോവാണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പിൽ 1 മാർക്കിന്റെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ നമുക്ക് ചെയ്യാനുള്ള 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 53 ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് ആണ്. സോ ദർ ആർ 10 ക്വസ്റ്റ്യൻസ് ഫ്രം 2 മാർക്സ് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ ആംഗുലാർ മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ദ ഒറിജിൻ വിത്ത് ടൈം ടി ആസ്. ആംഗുലാർ മൊമെന്റം തന്നിട്ടുണ്ട് അല്ലെ? ആംഗുലാർ മൊമെന്റം എന്താ തന്നിട്ടുള്ളത്? ആംഗുലാർ മൊമെന്റം സിക്കൽ ടു 4x ക്യാപ്പ് പ്ലസ് AT² y ക്യാപ്പ് അല്ലെ? യൂണിറ്റ് ഞാൻ എഴുതുന്നില്ല. ഓക്കെ, ആംഗുലാർ മൊമെന്റത്തിന്റെ യൂണിറ്റ് ഒന്നും എഴുതുന്നില്ല. ഇതിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 ആണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ദ ആംഗിൾ ബിറ്റ്വീൻ എൽ ആൻഡ് ടോർക്ക് ആക്ടിങ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഈസ് 45 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷനും ടോർക്കിന്റെ ഡയറക്ഷനും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ 45 ഡിഗ്രി ആവാൻ എത്ര ടൈമിലാണ് അത് ആവുക എന്നാണ് ചോദ്യം. ഓക്കെ, ബിക്കോസ് ആംഗുലാർ മൊമെന്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്. അപ്പോൾ ഒരു ടൈമിൽ ഇതിന് ഈ ഒരു ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ടൈം എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ശരിയല്ലേ? അപ്പം ആ ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ടോർക്ക് അല്ലെ, ടോർക്ക് കാണണമെങ്കിൽ ടോർക്കും ആംഗുലാർ മൊമെന്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫണ്ടമെന്റൽ റിലേഷൻ എന്താണ്? ടോർക്ക് സിക്കൽ ടു dl/dt. അപ്പൊ ടോർക്ക് നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റൂലേ? ഇനി നിങ്ങൾ ഓർക്കേണ്ടത് ഈ x ക്യാപ്പ് y ക്യാപ്പ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ യൂണിറ്റ് വെക്ടർ, റൈറ്റ്? നമ്മൾ ചില ബുക്കുകളിൽ ഇത് I ക്യാപ്പ് J ക്യാപ്പ് K ക്യാപ്പ് എന്ന് ഉപയോഗിക്കും. ചില ബുക്കുകളിൽ ഇത് x ക്യാപ്പ് y ക്യാപ്പ് Z ക്യാപ്പ് എന്ന് ഉപയോഗിക്കും. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ x ആണെന്ന് വിചാരിച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് 1 എന്ന് എഴുതി പോരുത്. ബിക്കോസ് ദീസ് ഓൾ ആർ ദ ഡിഫറെന്റ് നൊട്ടേഷൻസ്. ഇനി മോസ്റ്റ് ഓഫ് ദ ജാം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ പല സ്ഥലങ്ങളിലും ഈ ഒരു നൊട്ടേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ x ക്യാപ്പ്, ഈ y ക്യാപ്പ്, ഈ Z ക്യാപ്പ് എന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ അതിനെ എന്ത് ചെയ്യരുത്, ഇതൊരു മറ്റൊരു പാരാമീറ്റർ അല്ല. ഇറ്റ്സ് ബേസിക്കലി I ക്യാപ്പ് J ക്യാപ്പ് K ക്യാപ്പ് റെപ്രസെന്റേഷൻ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. ഇനി നമ്മൾ പിന്നെ അടുത്തത് നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഈ dl/dt നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ടോർക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഇത് x ക്യാപ്പ് ആണ്, ഇത് യൂണിറ്റ് വെക്ടർ ആണ്. 4നെ ചെയ്താൽ 0 ആണ്. സോ ഈ പാർട്ട് 0 ആയി. AT² ചെയ്താൽ 2AT y ക്യാപ്പ്. അപ്പൊ നമുക്ക് ടോർക്കും എല്ലും കിട്ടി. ഇനി രണ്ട് വെക്ടേഴ്സിനിടയിലുള്ള ആംഗിൾ കാണാൻ നമുക്ക് ബേസിക്കലി എന്താണ് മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്? cos θ സിക്കൽ ടു A.B ഡിവൈഡർ ബൈ രണ്ട് വെക്ടർ എയും ബി ആണെങ്കിൽ മോഡ് എ മോഡ് ബി. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ cos θ സിക്കൽ ടു നമ്മൾ എന്താ എടുക്കേണ്ടത്? നമുക്ക് രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ എല്ലിനും ടോക്കും എടുക്കണം. അപ്പൊ നമ്മൾ എൽ ഡോട്ട് ടോ അല്ലേ? സിമ്പിൾ എൽ ഡോട്ട് ടോ ഡിവൈഡർ ബൈ മോഡ് എൽ മോഡ് ടോ. ഇത് ഏത് വെക്ടറുകൾക്കിടയിലും ആംഗിൾ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുലയാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ θ 45 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ തന്നെ എഴുതാം എന്ത്? cos 45, റൈറ്റ്? നമുക്ക് സോ ലെറ്റ് us go to the blackboard, right? So I'm erasing this all. ഓക്കെ, നമുക്ക് എല്ലിന്റെയും ടോന്റെ ഒക്കെ വാല്യൂ ഉണ്ട്. സോ എല്ലിന്റെ വാല്യൂ നമുക്ക് എല്ലിന്റെ വാല്യൂ എത്രയാണ്? എൽ ഇസ് ഈക്വൽ ടു നമ്മൾ 4x ക്യാപ്പ് പ്ലസ് AT² y ക്യാപ്പ് അല്ലേ? സോ അഗെയിൻ സോ എൽ ഡോട്ട് ടോ, റൈറ്റ്? എൽ ഡോട്ട് ടോ എന്ന് പറയുമ്പോൾ തന്നെ എന്താ വരിക? cos θ cos 45 is equal to L dot ടോ. L എത്രയാണ്? 4x ക്യാപ്പ് ഡോട്ട് AT² അല്ല പ്ലസ് AT² y ക്യാപ്പ് ഡോട്ട് എന്താണ്? 2AT y ക്യാപ്പ് അല്ലേ?
280 y cap. Alright, divided by അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഇൻറ്റു എന്താ പറഞ്ഞിട്ടുള്ളത് മോഡ് ടോ മോഡ് എൽ. റൈറ്റ്. സോ ഇത് രണ്ട് ടോയും എല്ലും മാറിപ്പോകാതിരിക്കട്ടോ. ഇതെല്ലാണ്. ഓക്കെ. മോഡ് എൽ എന്ന് പറയുമ്പോൾ എന്താ വരിക? റൂട്ട് ഓഫ് ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 4 സ്ക്വയർ 16 എന്ന് വരും. പ്ലസ് ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ ടി റേസ് ടു 4 എന്ന് വരും. നമ്മൾ ടോനെ മോഡുലസ് എടുക്കുമ്പോൾ ഇതിന്റെ സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ വരും അല്ലേ, 280. ഓക്കെ, നമുക്കിനി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4x ക്യാപ്പ്. സോ ഇതിന് എക്സ് ക്യാപ്പ് കമ്പൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 ആയിരിക്കും. 80 സ്ക്വയർ വൈ ക്യാപ്പ് ഡോട്ട് വൈ ക്യാപ്പ് 1 ആണ്. സോ 80 സ്ക്വയർ ഇൻറ്റു 280 എന്ന് പറയുന്നത് എത്ര വരും? ദാറ്റ് ഈസ് 2a സ്ക്വയർ ടി ക്യൂബ്. 2a സ്ക്വയർ ടി ക്യൂബ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? റൂട്ട് 16. ഈ എന്റെ വാല്യൂ ഒക്കെ നമുക്ക് 1 എന്ന് കൊടുക്കാം അല്ലെ. എന്റെ വാല്യൂ 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എ ഇടേണ്ട ആവശ്യമില്ല. 16 പ്ലസ് ടി റേസ് ടു 4 ഉണ്ട്. ഇവിടെയും എന്റെ വാല്യൂ 1 ആണ്, പിന്നെ 2t ആണുള്ളത്. അവിടെ നമുക്ക് 2 ക്യാൻസൽ ചെയ്ത് ഈ cos 45ന്റെ വാല്യൂ 1/√2 അല്ലോ. ഓക്കെ, ഇനി ടിയും അതും വെട്ടിപ്പോയി കഴിഞ്ഞാൽ അവിടെ ടി സ്ക്വയർ വരും. സോ വാട്ട് ഈസ് റിമൈനിങ്? So let me write this as 1/√2 is equal to t square divided by root 116 plus t raised to 4. ഇനി നമ്മൾ രണ്ട് സൈഡിലേക്ക് കൊടുത്ത് സ്ക്വയർ ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് ഇത് ഈ റൂട്ടിന്റെ ഇങ്ങോട്ട് എടുത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ 16 plus t raised to 4 എന്ന് വരും. ഈ റൂട്ടും ഇങ്ങോട്ട് എടുത്തിട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ 2t raised to 4 എന്ന് വരും. സോ നമുക്ക് 16 is equal to t raised to 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് t is equal to 2 സെക്കൻഡ്. റൈറ്റ്. അപ്പൊ 2 സെക്കൻഡിലാണ് ഈ ആംഗിള് 45 ഡിഗ്രി ആവുക. സോ ആ ആൻസർ നമ്മൾ എന്ത് ചെയ്യണം? ആ ആൻസർ നമ്മൾ 2 സെക്കൻഡ് എന്നുള്ള വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി, ന്യൂമറിക്കൽ ടൈപ്പ് ആയതുകൊണ്ട്. ഓക്കെ, സോ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ. സോ ഇത് നമ്മൾ എല്ലാ പാർട്ടിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്തത് നിങ്ങൾക്ക് ജാമിന്റെ ക്വസ്റ്റ്യനെ കുറിച്ചൊരു പരിചയമാണ്. ഇനി നാളെ മുതൽ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ മുതൽ നമ്മൾ ഇതില് ഇപ്പോൾ ഒരു പേപ്പർ എടുക്കും, മാത്തമാറ്റിക്കൽ ഡെമോൺസ്ട്രേഷൻ തീരുന്നവരെ. ഓക്കെ, നാളെ മാത്തമാറ്റിക്കലും മെക്കാനിക്സ് എടുക്കും. എന്നിട്ട് മാത്തമാറ്റിക്കലിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്യും, പിന്നെ മെക്കാനിക്സ് നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, സോ നമുക്ക് ബിഫോർ എൻറ്ററിങ് ടു ദ തിയറീസ് ആൻഡ് ചാപ്റ്റർ വി ഹാവ് ടു മേക്ക് എ familiarity with this question paper, right? That we are going to do. Okay. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് ചെയ്യാണ്. സോ ഇനി നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.